നമസ്കാരം. നമ്മൾ അവസാന ക്ലാസ്സിൽ ടൈപ്പ് 2ഉം ടൈപ്പ് 3ഉം ടൈപ്പ് 2ഉം 3ഉം ആയിട്ടുള്ള കണക്കുകൾ ചെയ്തു. അതിൽ തന്നെ 3യുടെ ഒരു കണക്കാണ് ചെയ്തത്. ടൈപ്പ് 3യുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് കൂടി നമുക്ക് നോക്കാം. ഷോ ദാറ്റ് ഇൻ്റഗ്രൽ 0 to infinity x sin x by x square plus a square equal to pi/2 into e raised to minus a. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം ചെയ്ത കണക്കാണ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ. ഇതൊരു പ്രാക്ടീസിന് വേണ്ടി തരുന്ന ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. നോക്കൂ, ഇവിടെ ന്യൂമറേറ്ററിൽ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് ആണ്, അതിൻ്റെ പവർ 1 ആണ്, താഴെ 2 ആണ്. അപ്പം ഒരു പവർ കൂടിയിട്ടുണ്ട്, മിനിമം ഒരെണ്ണം കൂടിയിരിക്കണം എന്നാണ്. സൈൻ എ എക്സ് എ 1 ആണ്, പോസിറ്റീവ് ആണ്. അതേപോലെ ഇതിനെ നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ x സ്ക്വയർ ഈക്വൽ ടു മൈനസ് എ സ്ക്വയർ, ദാറ്റ് ഈസ് ഇമാജിനറിയെ വരികയുള്ളൂ. ദെയർഫോർ നമ്മൾ കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈ ചെയ്തു. അതുകൊണ്ട് നമ്മൾക്ക് എഴുതാം. ആദ്യം നമ്മൾക്ക് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതാം: 0 to infinity x sin x by x square plus a square dx ഉണ്ട്. ഇവിടെ dx ഈക്വൽ ടു, നോക്കൂ, നമുക്ക് -∞ to infinity ആണ് വേണ്ടുന്നത്. ഇതിനെ നമുക്ക് 1/2 ഇൻറ്റു എങ്ങനെ എഴുതാം? 0 to infinity ആണ് തന്നിരിക്കുന്നത്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 ഇൻറ്റു -∞ to infinity x sin x by x square plus a square dx എന്ന് എഴുതാം. എന്തുകൊണ്ടാണ്? ഇവിടെ നോക്കൂ, എക്സ് എന്ന് പറഞ്ഞാൽ റേസ് ടു 1 അത് ഓടാണ്, എക്സ് ഓടാണ്, സൈൻ ഓടാണ്. അപ്പോൾ ഓഡ് ഇൻറ്റു ഓഡ് ഈവൻ ആയി മാറും. അപ്പോൾ എക്സ് സൈൻ എക്സ് മൊത്തത്തിൽ ഈവൻ ആണ്, എക്സ് സ്ക്വയർ ഈവൻ ആണ്. അപ്പോൾ ടോട്ടലി ഇത് ഈവൻ ഫംഗ്ഷൻ ആണ്. രണ്ട് ഓഡ് ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്ത് വന്നാൽ അത് ഈവൻ ആകും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓഡ് ഇൻറ്റു ഓഡ് ഈസ് ഈവൻ. ദെയർഫോർ ഓഡ് ഇൻറ്റു ഓഡ് ഈവൻ, ഈവൻ ബൈ ഈവൻ ആണ്. ദെയർഫോർ ഇറ്റ്സ് ടോട്ടലി ഈവൻ. ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് 1/2 ഇൻറ്റു -∞ to infinity എന്ന് എഴുതാം. ഇനി നമ്മൾ പതിവ് പോലെ എഴുതുന്നു: കൺസിഡർ ദ ക്ലോസ്ഡ് കർവ്. ദ ക്ലോസ്ഡ് കർവ് അതെല്ലായിടത്തും എഴുതണം. സി ആസ് ദ അപ്പർ ഹാഫ് ഓഫ് ദ സെമിസർക്കിൾ, upper half of the semicircle with radius rho, and as rho tends to infinity, 1/2 into -∞ to infinity x sin x by x square plus a square dx is equal to 1/2 into integral -∞ to infinity z sin z by z square plus a square into dz. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. നോക്കൂ, സൈൻ ഇസഡ് ആണ്. സൈൻ ഇസഡ് എന്ന് പറയുമ്പോൾ ഇമാജിനറി പാർട്ട് ഓഫ്, അത് എഴുതുക, ഇമാജിനറി പാർട്ട് ഓഫ് -∞ to infinity ഇസഡ് ഇൻറ്റു ഇ റൈസ് ടു ഐ ഇസഡ് ബൈ ഇസഡ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു ഡി ഇസഡ് എന്നാകും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് ഇ റൈസ് ടു ഐ ഇസഡ് ബൈ ഇസഡ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു ഡി ഇസഡ്. അങ്ങനെയാണെങ്കിൽ ഇനി ഇയാളുടെ സിംഗുലാരിറ്റി കാണണമല്ലോ. അയാളുടെ സിംഗുലാരിറ്റി കാണുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇസഡ് സ്ക്വയർ plus a square equal to 0, z square equal to minus a square, therefore z equal to plus or minus ai. a സ്ക്വയറിൻ്റെ റൂട്ട് a നെഗറ്റീവ് വന്നതുകൊണ്ട് ai. അതിൽ തന്നെ നമ്മുടെ അപ്പർ ഹാഫ് ഓഫ് ദ സെമി സർക്കിൾ ആണ്, അറിയാമല്ലോ, അപ്പർ ഹാഫ് ആണ്. അപ്പർ ഹാഫിൽ ആരേ വരുള്ളൂ? പ്ലസ് എ ഐ മാത്രമേ വരുള്ളൂ, മൈനസ് എ ഐ വരില്ല. ദെയർഫോർ റെസിഡ്യൂ അറ്റ് എ ഐ കാണാം, റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു എ ഐ. ദെയർഫോർ ലിമിറ്റ് z ടെൻസ് ടു എ ഐ, ഇസഡ് മൈനസ് എ ഐ ഇൻറ്റു ഇയാളെ മാത്രം എഴുതുക, ഇസഡ് ഇൻറ്റു ഇ റേസ് ടു ഐ ഇസഡ് ബൈ ഇസഡ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിനെ എനിക്ക് ഇസഡ് പ്ലസ് എ ഐ ഇൻറ്റു ഇസഡ് മൈനസ് എ ഐ എന്ന് എഴുതാം. ശരിയാണല്ലോ? ഇസഡ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈസ് ഇസഡ് മൈനസ് എ ഐ ഇൻറ്റു ഇസഡ് പ്ലസ് എ ഐ. ഇസഡ് മൈനസ് എ ഐ കട്ട് ചെയ്ത് പോകും. എ ഐ കൊടുക്കുമ്പോൾ എ ഐ ഇൻറ്റു ഇ റേസ് ടു ഐ എ ഐ ബൈ എ ഐ പ്ലസ് എ ഐ ഇസ് 2ai. എ ഐ കട്ട് ചെയ്ത് പോകുന്നു. ഇ റേസ് ടു എ ഐ സ്ക്വയർ ഈസ് -a/2 എന്ന് വരും. ഇ റേസ് ടു -a/2. ദെയർഫോർ ഇൻ്റഗ്രൽ നമുക്കൊരു 1/2 ഉണ്ടല്ലോ, 1/2 ഇമാജിനറി പാർട്ട് ഓഫ് ഇൻ്റഗ്രൽ -∞ to infinity z e റേസ് ടു ഐ z by z സ്ക്വയർ പ്ലസ് എ സ്ക്വയർ dz ഈക്വൽ ടു 1/2 ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് കോഷീസ് റെസിഡ്യൂ തിയറം 2πi ഇൻറ്റു റെസിഡ്യൂ ഇ റേസ് ടു -a/2. ശരിയാണല്ലോ? ഈ 2πi ഇൻറ്റു ഇ റേസ് ടു -a/2 റെസിഡ്യൂ തിയറമാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു, നോക്കൂ, 2ഉം പോകും, ഇമാജിനറി പാർട്ട് ഓഫ് എന്തെന്നാ വരിക? പൈ ഇ റേസ് ടു -a ഇൻറ്റു ഐ എന്നാണ്. ശരിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ ഇമാജിനറി പാർട്ട് പൈ ഇ റേസ് ടു -a ആണ്. ദാറ്റ് ഈസ് പൈ ഇ റേസ് ടു -a/2 എന്ന് ഫൈനൽ ആൻസർ കിട്ടും. ശരിയാണല്ലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു, തീർന്നിട്ടില്ല, ഇത് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ദെയർഫോർ നമ്മുടെ ക്വസ്റ്റ്യൻ എഴുതാം: ഇൻ്റഗ്രൽ 0 to infinity x sin ax by x square plus a square dx ഈക്വൽ ടു എന്തെന്നാ കിട്ടുക?
പൈ ഇ റൈസ് ടു മൈനസ് എ ബൈ 2 എന്ന് കിട്ടും. ശരിയാണല്ലോ. നോക്കൂ, ഇ റൈസ് ടു ഐ സെഡ് ആക്കുമ്പോഴുള്ള ഗുണം എന്താ? ഇനി നിങ്ങൾക്ക് ഇവിടെ റിയൽ പാർട്ട് ആവുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ സൈന് പകരം കോസ് ആവും. അപ്പം എക്സ് കോസ് എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ എഴുതിയിരിക്കുന്നതിൻ്റെ റിയൽ പാർട്ട് ആകും. ഇവിടെ റിയൽ ഉണ്ടോ? ഇല്ല, റിയൽ പാർട്ട് ഇല്ലെന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഇവിടെ എക്സ് കോസ് എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആവുകയാണെങ്കിൽ ഇവിടെ 0 വരും. അതേസമയം എക്സ് സൈൻ എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണെങ്കിൽ ഇത് വരും. കാരണം ഇവിടെ ഇമാജിനറി ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് ചെയ്ത എക്സാമ്പിൾ ക്വസ്റ്റിനും കോസ് എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആയിരുന്നു. അവിടെ സൈൻ എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്നായ 0 ആയും. കാരണം നമുക്ക് അവിടെ ചെയ്തതിലും നമുക്ക് ഇമാജിനറി ഇല്ലായിരുന്നു. മനസ്സിലാവുന്നുണ്ട്? ഇവിടെ ഇമാജിനറി മാത്രമേ ഉള്ളൂ. അപ്പം ഇതിന് പകരം കോസ് എക്സ് ഇട്ട് നിങ്ങൾ ചെയ്താൽ ലാസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ റിയൽ പാർട്ട് എന്നാകും. ആ ഒരു വ്യത്യാസമുള്ള ആൻസർ 0 വരും. ബട്ട് ഇവിടെ ഇപ്പോൾ എന്താണ്? പൈ ബൈ 2 ഇ റൈസ് ടു മൈനസ് എ എന്നാണ് വരിക. ഇങ്ങനെയാണ് ചെയ്യുന്നത്, ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്ക് പറയാനുള്ളത് ടൈപ്പ് 4 ആണ്. ടൈപ്പ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ ചെയ്ത ടൈപ്പ് 3 ഒക്കെ ഇല്ലേ, അതിനകത്ത് നമ്മളുടെ ഡിനോമിനേറ്ററിൽ റിയൽ റൂട്ട് വരരുതെന്നായിരുന്നു പറയുന്നത്. റിയൽ റൂട്ട് വരാൻ പാടില്ല. ഡിനോമിനേറ്റർ സോൾവ് ചെയ്യുമ്പോൾ റിയൽ റൂട്ട് വരരുത്. എന്നാൽ ടൈപ്പ് 4 എന്ന് പറഞ്ഞാൽ റിയൽ റൂട്ട് കൂടി വരുന്നത് എന്നാണ് അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? ടൈപ്പ് 4 എന്ന് പറഞ്ഞാൽ റിയൽ റൂട്ട് കൂടി വരിക. ഫോർ എക്സാമ്പിൾ നോക്കൂ, 0 ടു ഇൻഫിനിറ്റി അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് കോസ് എക്സ് ബൈ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് വെച്ചോ. ഇതൊരു ടൈപ്പാണ്. നോക്കൂ, കോസ് എക്സ് വന്നതുകൊണ്ട് ഇവിടെ എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ്, എഫ് ഓഫ് എക്സിൻ്റെ പവർ 1 ജി ഓഫ് എക്സിന് പവർ 3 2 കൂടിയിട്ടുണ്ട്. മിനിമം 1 കൂടിയാൽ മതി കോസ് എക്സ് വന്നാൽ. കോസ് എക്സ് വരാതിരുന്നാൽ ഇവിടെ നിന്നും 2 കൂടണം. മനസ്സിലാവുന്നുണ്ടോ? ട്രിഗണോമെട്രി കോസോ സൈനോ വന്നാൽ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സിൽ വ്യത്യാസം മിനിമം 1 മതി. എന്നാൽ കോസ് എക്സ് വന്നില്ല എങ്കിൽ ഇയാളുടെ ഡിഗ്രി തമ്മിൽ മിനിമം 2 കൂടണം. അപ്പോൾ ഇവിടെ കോസ് എക്സ് വന്നു. കോസ് എക്സ് വന്നതുകൊണ്ട് മിനിമം 1 കൂടിയാൽ മതി. ബട്ട് ആക്ച്വലി ഇറ്റ്സ് 2 കൂടിയിട്ടുണ്ട്. കാരണം ഇവിടെ പവർ 1 ഇവിടെ പവർ 3 ആണ്. പക്ഷേ ഇവിടെ റിയൽ ആക്സിസിൽ പോയിന്റ് വരും. നോക്കൂ, സോൾവ് ചെയ്യുമ്പോൾ എക്സ് 0യും എക്സ് പ്ലസ് ഓർ മൈനസ് ഐയുമാണ് വരുന്നത്. എക്സ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ. അപ്പോൾ ഇത്രയും റൂട്ടുകൾ വരും. അങ്ങനെ വരുമ്പോൾ ഇവിടെ റിയൽ ആക്സിസിൽ സൊല്യൂഷൻ വന്നിട്ടുണ്ട്. വരുമ്പോൾ എന്ത് ചെയ്യും? നേരത്തെ അത് വരില്ലായിരുന്നു. ഇവിടെ നോക്കൂ, സൈൻ എക്സ് വന്നതുകൊണ്ട് എഫ് ഓഫ് എക്സ് 1 എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു 0 എന്നാണ് അറിയാലോ. എക്സ് റൈ അപ്പം ഡിഗ്രി 0 താഴെ ഡിഗ്രി 1 കൂടുതലാണ്. ഇവിടെ എക്സ് റൈസ് ടു 0, ഇവിടെ എക്സ് റൈസ് ടു 1. മിനിമം ഡിഗ്രി 1 കൂടുതലാണ്. അതുകൊണ്ട് നേരത്തെ വന്ന കണ്ടീഷൻ എല്ലാം ഉണ്ട്. സൈൻ എ എക്സിന് എടുത്തുണ്ട്. പക്ഷേ ഇവിടെ റിയൽ ആക്സിസിൽ സൊല്യൂഷൻ വരുന്നുണ്ട്. സിംഗുലാരിറ്റി എക്സ് ഈക്വൽ ടു 0 വരും. അപ്പോൾ അത് റിയൽ ആക്സിസിൽ വരും. അങ്ങനെ വരുന്നതിന് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. നോക്കിക്കോ, നമുക്കറിയാം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. അതുകൊണ്ട് ഇതിനെ ഇനി പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്താനില്ല. നമ്മൾ പറയുന്നു കൺസിഡർ സി ആസ് ദ ക്ലോസ്ഡ് കർവ്. Consider closed curve C as the upper half of semicircle with radius rho and as rho tends to infinity നമുക്ക് minus infinity to infinity sin x by x dx ന് പകരം minus infinity to infinity sin z by z dz എന്ന് എഴുതാം. sin z by z dz. ശരിയാണല്ലോ. ഇതിനെ ഇനി ഒന്നുകൂടി എഴുതുമ്പോൾ എങ്ങനെ എഴുതും? ഇമാജിനറി പാർട്ട് ഓഫ് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു ഐ സെഡ് ബൈ സെഡ് ഡി സെഡ് എന്ന് എഴുതാം. ശരിയാണല്ലോ. സൈൻ എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ടാണ്. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് ഇസഡ് എന്ത് വന്നു? ഇ റൈസ് ടു ഐ സെഡ് ബൈ സെഡ് ഐ. ശരിയാണല്ലോ. ദെയർഫോർ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇ റൈസ് ടു ഐ സെഡ് ബൈ ഇസഡ്. ഇസഡ് ഈക്വൽ ടു 0 ആണല്ലോ സിംഗുലാരിറ്റി. ഇസഡ് ഈക്വൽ ടു 0 ആണ് നമ്മളുടെ സിംഗുലാരിറ്റി. ശരിയല്ലേ? 0 റിയൽ ആക്സിസിലല്ലേ? ആണ്. അങ്ങനെയാവുമ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പർ ഹാഫ് ഓഫ് ദ സെമി സർക്കിൾ എന്നാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് 0 ഒരു സിംഗുലർ പോയിന്റ് ആണ്. അപ്പോൾ നിങ്ങൾ അപ്പർ ഹാഫ് വരയ്ക്കുമ്പോൾ മൈനസ് റോ ടു റോ വരയ്ക്കുമ്പോൾ ഇവിടുന്ന് വന്ന ശേഷം ഇവിടെ ഒരു ജമ്പ് കൊടുക്കണം. ഒരു ജമ്പ് കൊടുത്തിട്ട് നമ്മൾ അതിനെ മാക്സിൽ ഇൻറ്റൻഡഡ് കോണ്ടൂർ എന്നാണ് പറയുക. അതായത് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഒരു ജമ്പ്. അപ്പോൾ നമ്മുടെ ഡയറക്ഷൻ ഇങ്ങനെ വന്ന് ഇതിൻ്റെ മേളിൽ കൂടെ കയറി ഇങ്ങനെ പോകുള്ളൂ. കാരണം 0യിൽ അനലിറ്റിക് അല്ല എന്ന് കാണിക്കാനാണ് ഇങ്ങനെ ഒരു റിയൽ ആക്സിസിൽ വരുന്ന പോയിന്റ്. റിയൽ ആക്സിൽ ഏത് പോയിന്റ് വന്നാലും ആ പോയിന്റിന് അറൗണ്ട് ആയിട്ടൊരു ബൾജിങ് വന്നേ പോകും. ഡയറക്ഷൻ ഇങ്ങനെ അതിൻ്റെ മേളിൽ കൂടെ പോകും. അതിലേക്കൂടെ പോകാൻ പറ്റില്ല. കാരണം എന്താ? 0യിൽ അനലിറ്റിക് അല്ല എന്നുണ്ട്. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ ഒരു കർവായിട്ടാണ് വരിക. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ കൊടുക്കുമല്ലോ. ഇങ്ങനെ കൊടുക്കുമ്പോൾ ശരിക്കും 0ക്ക് അറൗണ്ട് ആയിട്ട് ചെറിയ ഒരു -r to r റേഡിയസ് ഉള്ള സർക്കിളാണ് കരുതുക. അപ്പോൾ നമ്മൾ ഈ 0 എന്ന് പറയുന്ന പോയിന്റിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ
സീറോ ഇൻക്ലൂഡ് ചെയ്യുന്ന ചെറിയൊരു സെമി സർക്കിൾ അവിടെ ഉണ്ട്. ഇവിടെ വലിയൊരു സെമി സർക്കിൾ ഉണ്ട്, ഇവിടെ ചെറിയൊരു സെമി സർക്കിൾ കൂടി നമ്മൾ കരുതും. ഏതിന് അറൗണ്ട്? സീറോയ്ക്ക് അറൗണ്ട്. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ Z=0 നോക്കിയാൽ, നമ്മളിപ്പോൾ ഇങ്ങനെ ഫിഗർ നോക്കിയാൽ ഇങ്ങനെയാണ് നോക്കുന്നതെങ്കിൽ ഇതാണ് ക്ലോസ്ഡ് എങ്കിൽ സീറോ പുറത്താണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് റെസിഡ്യൂ കാണേണ്ട കാര്യമില്ല, കാരണം ഇതിനകത്ത് വന്ന റെസിഡ്യൂ കണ്ടാൽ മതി. പക്ഷേ സീറോയിൽ റെസിഡ്യൂ കാണണം നമുക്ക്, കാരണം സീറോയിൽ സിംഗുലാരിറ്റി ഉണ്ട്. അങ്ങനെ കാണണമെങ്കിൽ നമ്മൾ ഇതിനെ ഒരു കർവായിട്ട് എടുക്കണം. ഏതിനെയാ? ഈ -R to R റേഡിയസ് ഉള്ള ചെറിയ സെമി സർക്കിൾ, അപ്പർ സെമി സർക്കിൾ കരുതുക. അങ്ങനെ വരുമ്പോൾ സീറോ ആ സെമി സർക്കിളിനകത്താണ്. ശരിയല്ലേ? ശരിയാണല്ലോ. മാത്രമല്ല ഇവിടെ ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് പോയിന്റ് ഒന്നുമില്ല, ആകെ സീറോ മാത്രമേ ഉള്ളൂ. അതിവിടെ കിടക്കുക. ഇവിടെ പോസിറ്റീവ് ഇമാജിനറി വരുന്ന പോയിന്റുകളൊന്നും ഈ ഇക്വേഷനില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ പറയുന്നത് Z0 സിംഗുലാരിറ്റിയാണ്. Z=0. Z=0 ഈസ് ദ സിംഗുലാരിറ്റി ആണല്ലോ. ദെൻ കൺസിഡർ, അതിൻ്റെ തൊട്ട് താഴെ എഴുതണം, കൺസിഡർ എ സെമി സർക്കിൾ with radius small r around about Z=0. Consider radius semicircle about Z=0. ആ സെമി സർക്കിളിനെ നമ്മൾ -R to R റേഡിയസ് ഉള്ള സെമി സർക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ, അങ്ങനെ നോക്കുമ്പോൾ ഈ സർക്കിളിനകത്തുള്ള ആളാണിത് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ റെസിഡ്യൂ കാണാം. റെസിഡ്യൂ അറ്റ് Z=0 എന്ന് പറഞ്ഞാൽ ലിമിറ്റ് Z ടെൻസ് ടു 0 Z-0 ഇൻറ്റു e⁻IZ/Z. ഇത് രണ്ടും വെട്ടിപ്പോകും. e⁻I0 കൊടുക്കുമ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. ശരിയാണല്ലോ? Z-ന് 0 കൊടുക്കുമ്പോൾ e⁻0 1. എപ്പോഴാണ് സിംഗുലാരിറ്റി ആയത്? ഈ ചെറിയ സെമി സർക്കിളിൻ്റെ ഭാഗമായി എടുക്കുമ്പോൾ Z0 അതിനകത്താണ്. അതേസമയം ഇങ്ങനെ ഇത് അപ്പർ ഹാഫാണ് എടുക്കുന്നത്, സീറോ പുറത്താണ്. പക്ഷേ സീറോയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ ചെറിയൊരു സർക്കിളിനെ അവിടെ കൺസിഡർ ചെയ്യണം. അന്നേരം അതിനകത്താണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് റെസിഡ്യൂ 1 വരും. ശരിയാണല്ലോ? റെസിഡ്യൂ 1 വരും. ഇനി നമുക്ക് നോക്കാം, റെസിഡ്യൂ 1 ആയി കഴിഞ്ഞാൽ ഇനി അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഫൈനൽ ആൻസർ എന്താ വരിക? നോക്കൂ, ഈ സർക്കിളായിട്ട് പരിഗണിക്കുമ്പോൾ, അപ്പർ ഹാഫ് ഓഫ് ദ സെമി സർക്കിൾ ഇങ്ങനെ പരിഗണിക്കുമ്പോഴാണ് നമ്മളുടെ കോഷീസ് റെസിഡ്യൂ തിയറം പ്രകാരം 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് എന്ന് എഴുതുക. എന്നാൽ ഇവിടെ നമ്മൾ ഒരു ചെറിയ സെമി സർക്കിൾ, ഇതിന് അറൗണ്ട് ആയിട്ടുള്ള ഒരു ചെറിയ സെമി സർക്കിൾ പരിഗണിച്ചതുകൊണ്ട് നമ്മൾ 2πi ഇൻറ്റു ഇടാറില്ല. കോഷീസ് റെസിഡ്യൂ തിയറത്തിൽ ചെറിയ മാറ്റമുണ്ട്. അത് മാത്തമാറ്റിക്കലായിട്ടുള്ള ഒരു പ്രൂഫിൻ്റെ ഭാഗമാണ്, അത് നമ്മൾ പറയുന്നില്ല. 2πi ഇൻറ്റു എന്നുള്ളതിന് പകരം ഈ റിയൽ ആക്സിസിൽ ഏതെങ്കിലും റൂട്ടുകൾ വന്നാൽ ആ പോയിന്റുകളുടെ എടുക്കുമ്പോൾ πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് എന്നാണ് എടുക്കുക, ആ പോയിന്റുകളുടെ മാത്രം. മനസ്സിലാവുന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ താ നോക്കൂ, ഇവിടെ 0യും +or-i ഉണ്ട് ഈ ക്വസ്റ്റിന്. ആ ക്വസ്റ്റിനകത്ത് 0യും ഉണ്ട്, +i ഉണ്ട്. ശരിയല്ലേ? 0 എടുക്കുമ്പോൾ നമ്മൾ πi ഇൻറ്റു അറ്റ് റെസിഡ്യൂ ഓഫ് Z=0 എന്ന് എടുക്കും. +i എടുക്കുമ്പോൾ 2πi ഇൻറ്റു റെസിഡ്യൂ ഓഫ് Z=0 എന്നാണ് എടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? എല്ലാത്തിനെയും നമ്മൾ സാധാരണ CRT കോഷീസ് റെസിഡ്യൂ തിയറം പഠിച്ചത് 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് എന്നാണ്. അങ്ങനെ എടുക്കാം. അത് ഇവിടെയാണെങ്കിൽ ആക്സിസിൽ കിടക്കുന്ന പോയിന്റ് ആണെങ്കിൽ അവർക്ക് മാത്രം πi ഇൻറ്റു എടുക്കാൻ പാടുള്ളൂ. അവർക്ക് മാത്രം πi ഇൻറ്റു റെസിഡ്യൂ എന്ന് എടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ആക്സിസിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എഴുതാം ദിസ് ഇൻ്റഗ്രേഷൻ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? πi ഇൻറ്റു, ശരിയാണല്ലോ, πi ഇൻറ്റു റെസിഡ്യൂ ഓഫ് Z=0 എന്തെന്ന് വരും? 1 എന്ന് വരും. That is imaginary part of therefore integration ഒന്നുകൂടെ എടുത്തെഴുതുക. imaginary part of πi എന്ന് വരും. ശരിയാണല്ലോ? πi ഇൻറ്റു റെസിഡ്യൂ ഓഫ് Z=0 that is 1. That is imaginary part of πi. Imaginary part of πi എന്ന് പറഞ്ഞാൽ ആരാ? πi. അപ്പം ഈ ഇൻ്റഗ്രേഷൻ്റെ ആൻസർ πi ആണ്. ദാറ്റ് ഈസ് ദിസ് ഇൻ്റഗ്രേഷൻ ആൻസർ എന്ത് വരും? therefore integral -∞ to ∞ sin x/x dx equal to πi എന്ന് വരും. അങ്ങനെയാണെങ്കിൽ 0 to ∞ ആണെങ്കിലോ ഫ്രണ്ടിൽ ഒരു 1/2 വരും. അപ്പോൾ ഇവിടെ π/2 ആകും. ഇനി -∞ to ∞ cos x/x ആണെങ്കിലോ റിയൽ പാർട്ട് എന്ന് വരും. πiയുടെ റിയൽ പാർട്ട് ഉണ്ടോ? ഇല്ല, 0 ആണ്. എന്ന് പറഞ്ഞാൽ -∞ to ∞ cos x/x dx. പരീക്ഷയ്ക്ക് ഒരു മാർക്കിനങ്ങനെ ചോദിക്കുക. -∞ to ∞ cos x/x dxന്റെ വില എന്ത്? 0. അതേസമയം sin x/xന്റെ വിലയോ? π. അതേസമയം ഇവിടെ 0 to ∞ ആണെങ്കിൽ sin x/x π/2 ആകും. π/2 അത് പ്രത്യേക ടൈപ്പ് ഓഫ് ഇൻ്റഗ്രൽ ആണ്, സൈൻ ഇൻ്റഗ്രൽ എന്നാ പറയുക. 0 to ∞ ആണെങ്കിൽ π/2 ആകും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. റിയൽ ആക്സിസിൽ വരുന്ന പോയിന്റുകളുടെ CRT അപ്ലൈ ചെയ്യുമ്പോൾ πi ഇടാൻ പാടുള്ളൂ. അതേസമയം അപ്പർ ഹെമിസ്ഫിയറിലാണെങ്കിൽ 2πi ഇടാം, കുഴപ്പമൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. അടുത്തത് നമ്മൾ നോക്കാം ചെറിയൊരു ഡെഫിനിഷൻ.
കോഷീസ് പ്രിൻസിപ്പൽ വാല്യൂ. എന്താണ് കോഷീസ് പ്രിൻസിപ്പൽ വാല്യൂ? നോക്കൂ, കോഷീസ് പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കൂ, 1 to 3 1/x - 2 dx എന്നൊരു ഇൻ്റഗ്രേഷൻ ഉണ്ട് എന്ന് കരുതുക. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. നോക്കൂ, ഈ ഇൻ്റഗ്രേഷനിൽ 1 to 3 വരെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അതിനിടയ്ക്കുള്ള ഒരു ലിമിറ്റാണ് 2. 1 നും 3 ഇടയ്ക്കാണല്ലോ ഇതിനകത്ത് വരുന്ന ഇൻ്റഗ്രേഷൻ ലിമിറ്റിനകത്ത് വരുന്ന വാല്യൂ ആണല്ലോ 2. ആ 2 ഇതിൽ കൊടുക്കുമ്പോൾ 1/2 - 2 ഇൻഫിനിറ്റി ആവില്ലേ, 1/0 ഇൻഫിനിറ്റി ആവില്ലേ. അപ്പം 1ഉം 3ഉം അടങ്ങുന്ന ഇൻ്റർവെല്ലിനകത്ത് ഓപ്പൺ ഇൻ്റർവെൽ 1 3 1നും 3നും ഇടയ്ക്ക് ഉള്ള ഒരു വാല്യൂ ആണ് 2. ആ 2 എന്ന് പറയുന്ന വില ഇതിൽ കൊടുക്കുമ്പോൾ ഈ ഇൻ്റഗ്രേഷൻ ഇൻഫിനിറ്റിയിലേക്ക് പോകും. അങ്ങനെ പോകുമെന്ന് പറഞ്ഞ അർത്ഥം നിങ്ങൾക്കറിയാമല്ലോ. ഇൻ്റഗ്രേഷൻ എന്ന് വെച്ചാൽ ഏരിയ. 1 മുതൽ 3 വരെ ഏരിയ എടുക്കുമ്പോൾ 2 എന്ന് പറയുന്ന പോയിന്റ് വരുമ്പോൾ അവിടെ f(x) ഇൻഫിനിറ്റി ആണെങ്കിൽ അവിടെ ഏരിയ കാണാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ 2 എന്ന് പറയുന്ന പർട്ടിക്കുലർ പോയിന്റിൽ ഇയാളെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതും? ഞാൻ ഇങ്ങനെ എഴുതും. 1 മുതൽ 2ൻ്റെ തൊട്ട് ഇടത്ത് വരെ നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം, പ്ലസ് 2ൻ്റെ വലത്ത് തൊട്ട് 3 വരെ നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. എന്നിട്ട് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാ. എന്നിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു അല്ലെങ്കിൽ ലിമിറ്റ് ഇൻഫിനിറ്റി ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 കൊടുക്കും. എന്ന് പറഞ്ഞാൽ 2 എന്ന് പറയുന്ന പോയിന്റിലേ ഉള്ളൂ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ 2ൻ്റെ തൊട്ടടുത്ത് വരെ നിങ്ങൾക്ക് കൊടുക്കാം, 2ൻ്റെ തൊട്ട് വലത്ത് വരെയും നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഈ എപ്സിലോൺ 0 ആകുമ്പോൾ, എപ്സിലോൺ 0യിലേക്ക് പോകുമ്പോൾ 1 to 2 ആയിക്കോളും. എപ്സിലോൺ 0 ആകുമ്പോൾ 2 to 3 എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ 1 to 3 ആയിക്കോളും. പക്ഷേ 2 എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ പോയിന്റിൽ പറ്റാത്തത് കൊണ്ട് ഇയാളെ ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. ആ 2വിൽ പറ്റാത്തത് കൊണ്ടാണ് 2വിന് തൊട്ടടുത്ത് വരെ, ദാറ്റ് ഈസ് 2 - എപ്സിലോൺ. എപ്സിലോൺ വളരെ ചെറുതാണ്. ആൻഡ് 2 + എപ്സിലോൺ. 2വിൽ പറ്റില്ല. 2വിന് തൊട്ടടുത്ത് വരെയും ഇൻ്റഗ്രേറ്റ് ചെയ്യാം, 2 കഴിഞ്ഞ് തൊട്ട് വലത്തോട്ട് 3 വരെയും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇങ്ങനെ എഴുതുന്നതിനെയാണ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ദിസ് ഇൻ്റഗ്രൽ എന്ന് പറയുക. പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ദിസ് ഇൻ്റഗ്രൽ അല്ലെങ്കിൽ കോഷീസ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ദിസ് ഇൻ്റഗ്രൽ. ഈ ടൈപ്പ് ഓഫ് ഇൻ്റഗ്രലുകളെ കോഷീസ് പ്രിൻസിപ്പൽ വാല്യൂ എന്നാണ് പറയുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ നോക്കൂ. നിങ്ങൾക്കൊരു ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഉണ്ട്. ഇംപ്രോപ്പർ എന്ന് പറഞ്ഞാൽ ഇൻ്റർവെല്ലിൽ ഏതെങ്കിലും ഒരു പോയിന്റ് കൊടുക്കുമ്പോൾ f(x) ഇൻഫിനിറ്റി ആയാൽ അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ ലിമിറ്റിൽ ഇൻഫിനിറ്റി വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇംപ്രോപ്പർ. ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ a to b f(x) dx ഉണ്ട്. അതിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു a f(x) ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇയാൾ ഇൻഫിനിറ്റി ആയി പോകും. എക്സ് a എന്ന് പറയുന്ന വിലയാകുമ്പോൾ ആ a എന്ന് പറയുന്ന വില ക്യാപിറ്റൽ എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ളതാണ്. ഇവിടെ 2 എന്ന് പറയുന്ന ആൾ 1നും 3നും ഇടയ്ക്കുള്ളതുപോലെ സ്മോൾ a ക്യാപിറ്റൽ എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള ഒരു വില കൊടുത്തപ്പോൾ f(x) ഇൻഫിനിറ്റി ആയി എങ്കിൽ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 a ടെൻസ് ടു a - എപ്സിലോൺ 1 മുതൽ 2ൻ്റെ അടുത്ത് വരെ, അതേപോലെ ക്യാപിറ്റൽ എ മുതൽ എയുടെ അടുത്ത് വരെയും എയുടെ വലത്ത് മുതൽ ക്യാപിറ്റൽ ബി വരെയും എഴുതുന്ന ഇൻ്റഗ്രേഷനെയാണ് ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. എപ്സിലോൺ വളരെ ചെറിയ വാല്യൂ ആണ്, സ്മോൾ വാല്യൂ ആണ്. ഇങ്ങനെ എഴുതുന്നതിനെയാണ് കോഷീസ് പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുക. മനസ്സിലാവുന്നുണ്ടല്ലോ? അതിനെ എഴുതുന്നത് ഇങ്ങനെയാണ്, പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ദിസ് ഇൻ്റഗ്രൽ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തരുന്നു. സപ്പോസ് നോക്കൂ, -∞ to ∞ cos x/x dx. നമ്മൾ തൊട്ട് ബാക്കിൽ ചെയ്ത ഒരു കണക്കിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത ഒരു കണക്കിൻ്റെ അല്ലെങ്കിൽ തൊട്ട് ബാക്കിൽ ചെയ്ത കണക്കിൻ്റെ ഭാഗമാണിത്. -∞ to ∞ cos x/x dx. നോക്കൂ, ഇതിൽ -∞ക്കും ഇൻഫിനിറ്റിക്കും ഇടയ്ക്കുള്ള വിലയാണ് x = 0. 0 ഇതിൽ കൊടുക്കുമ്പോൾ 1/0 ഇൻഫിനിറ്റി ആകും. കണ്ടില്ലേ? എന്ന് പറഞ്ഞാൽ ഇയാളെ നമ്മൾക്ക് -∞ to ∞ cos x/x എന്ന് എഴുതാൻ കഴിയില്ല. എന്നും കൂടി ചേർത്ത് വിളിക്കണം. പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് -∞ to ∞ cos x/x dx എന്ന് വിളിക്കണം. അതേസമയം -∞ to ∞ sin x/x ആ പ്രശ്നം ഇല്ലായിരുന്നില്ല. കാരണം x 0 കൊടുക്കുമ്പോൾ അവിടെ 0/0 0/0 എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ആ പോയിന്റിൽ ഡിഫൈൻഡേ അല്ല. എന്നാൽ ഇവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്ന ആൾ 0 കൊടുക്കുമ്പോൾ ഇൻഫിനിറ്റി ആയതുകൊണ്ടാണ്. അവിടെ നമ്മൾ ഇൻഫിനിറ്റി ആവുന്ന കേസുകളിലേ പറയുന്നുള്ളൂ. അവിടെ ഇൻഫിനിറ്റി ആവുകയല്ല, അവിടെ 0/0 ആവുകയാണ്. ഇൻഫിനിറ്റി ആവുന്ന കേസിലാണ് നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് എഴുതുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ എന്തെന്ന് എഴുതില്ല, പ്രിൻസിപ്പൽ വാല്യൂ എന്ന് എഴുതില്ല. അപ്പോൾ ഇൻഫിനിറ്റി ആവുന്ന കേസിലാണ് കോഷ്യസ് പ്രിൻസിപ്പൽ വാല്യൂ പറയുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഫൈൻഡ് പ്രിൻസിപ്പൽ വാല്യൂ എന്നായിരിക്കും തരിക. അതിനർത്ഥം ഇതിനിടയ്ക്കുള്ള ഏതോ പോയിന്റിൽ ഇൻഫിനിറ്റി ആവുന്നത് കൊണ്ടാണ് അതിനെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് എഴുതുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതിൻ്റെ ആൻസർ നമ്മൾക്ക് അവിടെ പൈ കിട്ടിയിരുന്നു ആണല്ലോ. അവിടെ നമുക്കറിയാം അവിടെ ഇമാജിനറി ഉണ്ടായിരുന്നുള്ളൂ, റിയൽ പാർട്ട് 0 ആയിരുന്നു. അതുപോലെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് എഴുതിയാലും ഇതിൻ്റെ ആൻസർ 0 തന്നെയാണ്. നോക്കൂ, ഇൻ്റഗ്രേഷൻ എഴുതുമ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ എന്നും കൂടി ചേർത്ത് എഴുതുന്നു എന്ന് മാത്രം. എന്തുകൊണ്ട്? ഇതിനിടയ്ക്ക് ഇൻഫിനിറ്റി ആവുന്നതുകൊണ്ട്. ചെയ്യുന്നതെല്ലാം ബാക്കി പഴയതുപോലെ തന്നെയാണ്, നമ്മൾ നേരത്തെ ചെയ്ത ടൈപ്പുകളിൽ തന്നെയാണ് ചെയ്യുക. ക്വസ്റ്റ്യൻ തരുമ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് കൂടി തരും, അത്ര മാത്രമേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇയാളെ നമുക്കിപ്പോൾ സപ്പോസ് നോക്കൂ, പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇതിനെ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക? ln x - 2
1/x-ൻ്റെത് ln x - 2 എന്നിട്ട് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും കൊടുക്കും, ln x - 2 അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും കൊടുക്കും, എന്നിട്ട് എപ്സിലോണിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ആൻസർ കിട്ടുന്നോ അതാണ് അതിൻ്റെ ഫൈനൽ ആൻസർ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ കോഷീസ് പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ ലിമിറ്റിന് ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു വിലയിൽ f(x) ഇൻഫിനിറ്റി ആയി പോയാൽ ആ ഇൻ്റഗ്രേഷൻ ഇങ്ങനെയാണ് എഴുതുക. അതിനെ ചുരുക്കി വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് f(x) എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ശ്രദ്ധിക്കുക. നോക്കൂ, പ്രിൻസിപ്പൽ വാല്യൂമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് അല്ലെങ്കിൽ ഫൈൻഡ് ദ കോഷീസ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ്, ചിലപ്പം PV എന്നേ തരത്തുള്ളൂ. ഇതിൻ്റെ ഫ്രണ്ടിൽ PV ഓഫ് 0 ഇൻ്റഗ്രൽ 0 to 5 1/x - 3 dx. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ മാത്രം തരും, PV ഇൻ്റഗ്രൽ 0 to 5 1/x - 3 dx. പ്രിൻസിപ്പൽ വാല്യൂ എന്നാണ് അർത്ഥം. മനസ്സിലാക്കുക. നോക്കൂ, ഇത് പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയാൻ കാര്യം 0ക്കും 5നും ഇടയ്ക്കുള്ള 3 എന്ന് പറയുന്ന ആളെ കൊടുക്കുമ്പോൾ അത് 0 ആയി പോകും. അപ്പോൾ നമ്മൾ എഴുതുക PV ഓഫ് ഇൻ്റഗ്രൽ 0 to 5 1/x - 3 dx എന്ന് പറഞ്ഞാൽ 0 to 3 minus epsilon, ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 കൊടുക്കുക, ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 to 3 minus epsilon 1/x - 3 dx പ്ലസ് ഇൻ്റഗ്രൽ 3 plus epsilon to 5 1/x - 3 dx. കാരണം 3യിലാണ് ഇയാൾ ഇൻഫിനിറ്റി ആവുക, അതുകൊണ്ട് 3 മൈനസ് എപ്സിലോൺ എന്നും 3 പ്ലസ് എപ്സിലോൺ എന്നും സ്പ്ലിറ്റ് ചെയ്യുന്നു ആ പോയിന്റ് വെച്ച്. ഇനി ഇതിനിടയ്ക്ക് 2 പോയിന്റ് ഉണ്ടെങ്കിൽ 2 സ്പ്ലിറ്റിങ്ങുകൾ വരും. ഇപ്പം സപ്പോസ് ഇവിടെ നമുക്ക് 0 to 5 1/x - 1 into x - 3 എന്നായിരുന്നെങ്കിൽ 1ലും 3ലും, അപ്പോൾ 0 to 1 minus epsilon 1 minus epsilon to 3 minus epsilon 3 plus epsilon to 5 അങ്ങനെ പോകും. മനസ്സിലാവുന്നുണ്ടല്ലോ? അത്രയൊന്നും വരില്ല. നമുക്കിത് തൽക്കാലം ഒരു പോയിന്റ് നോക്കിയാൽ മതി. ദാറ്റ് ഈസ് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 ln x - 3 ശരിയാണല്ലോ, ടു ദ ലിമിറ്റ് 0 to 3 minus epsilon plus ln x - 3 to the limit 3 plus epsilon to 5. That is equal to limit epsilon tends to 0. 3 minus epsilon കൊടുക്കുമ്പോൾ 3 minus epsilon minus 3. That is ln modulus ഉണ്ട്. ln modulus minus epsilon minus ln 0 minus 3. ln 3 plus ln 5 കൊടുക്കുമ്പോൾ ln 2 ശരിയാണല്ലോ, ln 2 minus 3 പ്ലസ് എപ്സിലോൺ കൊടുക്കുമ്പോൾ 3യും 3യും പോവും, ln എപ്സിലോൺ. അത് ഇറ്റ് സെൽഫ് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് മോഡ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 ln എപ്സിലോൺ മൈനസ് എപ്സിലോൺ രണ്ടും പോകും, ln 2 മൈനസ് ln 3 എന്നാകും, ln 2 മൈനസ് ln 3 ദാറ്റ് ഈസ് ഈക്വൽ ടു ln 2/3 എന്ന് ആൻസർ വരും. ln 2/3. ഇവിടെ എപ്സിലോണുകൾ രണ്ട് വെട്ടിപ്പോകുന്നുണ്ട്. വെട്ടിപ്പോയില്ലെങ്കിൽ നിങ്ങൾ എപ്സിലോണിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്ത ശേഷം അതിൻ്റെ വില എഴുതുക. ഇത് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഒരു പക്ഷേ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും കഴിഞ്ഞുള്ള സെമ്മുകളിൽ. ഇനിവ എങ്ങനെയാണ് കോഷീസ് പ്രിൻസിപ്പൽ വാല്യൂ? ഒരു പോയിന്റിലെ സ്പ്ലിറ്റ് ഉള്ള ഒരു പോയിന്റ് ചോദിക്കത്തുള്ളൂ. ഇതൊരു എക്സാമ്പിളായിട്ട് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നതുകൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ഇങ്ങനെയാണ് ചെയ്യുന്നത്, ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് -∞ to ∞ dx/x² - 3x + 2 × x² + 1. നോക്കൂ, ഇവിടെ പ്രിൻസിപ്പൽ വാല്യൂ അടുത്ത് നിങ്ങളുടെ റെഫറൻസ് ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾ ആണ്. ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, ഇവിടെ -∞ to ∞ ആണ്. അതേപോലെ -∞ to ∞ വരുമ്പോൾ നമ്മൾ പഠിച്ച ഇംപ്രോപ്പർ ഇൻ്റഗ്രലുകളാണ്. നമ്മൾ കുറച്ച് മുമ്പ് ടൈപ്പ് 1, 2, 3 പഠിച്ചല്ലോ. അതിൽ ടൈപ്പ് 1 ആണിത്. കാരണം എന്താ? f(x) ഇവിടെ 1 ആണ് എന്ന് പറഞ്ഞാൽ റേസ് ടു ഡിഗ്രി 0, ഇവിടെ 4. അപ്പം മിനിമം 2 കൂടിയിരിക്കുകയാണ്, f(x/g) ആണല്ലോ. അങ്ങനെ വരുമ്പോൾ ഇതിനെ നമുക്ക് വീണ്ടും നമ്മൾ എഴുതുന്നത് പോലെ എന്തെഴുതാം? കൺസിഡർ ദ ക്ലോസ്ഡ് കർവ് C as upper semicircle with radius, നമുക്കറിയാമല്ലോ, റേഡിയസ് ഈക്വൽ ടു റോ ആൻഡ് ആസ് റോ ടെൻസ് ടു ഇൻഫിനിറ്റി ഇയാളെ എങ്ങനെ വിളിക്കാം? -∞ to ∞ dx/x² - 3x + 2 × x² + 1 ഈക്വൽ ടു ഇൻ്റഗ്രൽ C dz/z² - 3z + 2 × z² + 1 എന്ന് വിളിക്കാം. ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ സിംഗുലാരിറ്റി കാണാം. സിംഗുലാരിറ്റി z² = -1, z = ± i. ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? z - 2 × z - 1 ഫാക്ടർ ആക്കാമല്ലോ. z = 1, 2. അപ്പോൾ സിംഗുലാരിറ്റികൾ ഏതൊക്കെയാണ് ഉള്ളത്? z1, z2, z = +i ആൻഡ് z = -i എന്ന് പറഞ്ഞാൽ നമ്മളുടെ കർവ് എങ്ങനെ വരും? ശ്രദ്ധിച്ച് വരയ്ക്കണം. നോക്കൂ, ഇവിടെ റിയൽ ആക്സിസിൽ സൊല്യൂഷൻ ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. ദെയർഫോർ -ρ
പ്ലസ് റോ റേഡിയസ് ഉള്ള സർക്കിൾ വരയ്ക്കുമ്പോൾ ഇവിടുന്ന് ഇവിടം വരെ പോകും, ഇവിടെ വെച്ചൊന്ന് ബെൻഡ് ചെയ്യും, ചാടും. കാരണം 1 റിയൽ ആക്സിലാണ്. അതുപോലെ ഇവിടെ വരും, 2-ലും ചാടും, വീണ്ടും പോകും. ശരിയല്ലേ? കാരണം 2-ലും സിംഗുലാരിറ്റി ഉണ്ട്. പിന്നെ ഇവിടുന്ന് കറങ്ങി കഴിഞ്ഞ് വരും. അതിനകത്ത് തന്നെ ഇവിടെ പ്ലസ് ഓർ മൈനസ് ഐയിൽ പ്ലസ് ഐ ഇതിനകത്ത് വരും. ശരിയാണല്ലോ? അപ്പം 3 പോയിന്റുകളാണ് നമുക്കുള്ളത്. ഏതൊക്കെ? 1, 2, പ്ലസ് ഐ. 1ഉം 2ഉം നമ്മൾ റെസിഡ്യൂ കാണുമ്പോൾ -r2 പ്ലസ് ആർ എന്നും -r'2 പ്ലസ് r' എന്നും പറയുന്ന വേറെ 2 കൊച്ചു സർക്കിളുകളെ പരിഗണിക്കണം. പക്ഷേ ഐ കാണുന്നതിന് ആ പ്രശ്നമില്ല, നമ്മുടെ ക്ലോസ്ഡ് കോണ്ടൂറിനകത്താണ്. എന്നാൽ 1ഉം 2ഉം ചെറിയ ചെറിയ ഇൻറ്റൻഡഡ് കോണ്ടൂറുകൾക്കകത്താണ്. ഇൻറ്റൻഡഡ് കോണ്ടൂർ എന്നാണ് പറയുന്നത്. ഇൻറ്റൻഡഡ് കോണ്ടൂറുകൾക്കകത്താണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു ഐ അങ്ങ് കാണാം. z ഈക്വൽ ടു ഐ കാണുമ്പോൾ എങ്ങനെയാണ്? ലിമിറ്റ് z ഈക്വൽ ടു ഐ, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് z ഈക്വൽ ടു, ശരിയാണ്, ലിമിറ്റ് z ടെൻസ് ടു ഐ. z ഈക്വൽ ടു ഐ അല്ല, ലിമിറ്റ് z ടെൻസ് ടു ഐ z മൈനസ് ഐ ഇൻറ്റു 1/z മൈനസ് 2 ഇൻറ്റു z മൈനസ് 1 ഇൻറ്റു z സ്ക്വയർ പ്ലസ് 1നെ z പ്ലസ് ഐ ഇൻറ്റു z മൈനസ് ഐ എന്ന് എഴുതാം. ശരിയാണല്ലോ? ദെയർഫോർ z മൈനസ് ഐ വെട്ടിപ്പോകും. പിന്നീട് നിങ്ങൾ ഐ കൊടുക്കുമ്പോൾ 1/i മൈനസ് 2 ഇൻറ്റു i മൈനസ് 1 ഇൻറ്റു i പ്ലസ് ഐ 2i എന്നാകും. ദാറ്റ് ഈസ് 2i ഐ മേളിൽ പോകുമ്പോൾ -i/2 ഇൻറ്റു i മൈനസ് 2 ഇൻറ്റു i മൈനസ് 1 എന്നാകും. i മൈനസ് 2 ഇൻറ്റു i മൈനസ് 1. ശരിക്കും നമ്മളിതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കോംപ്ലക്സ് ആക്കി കോഞ്ചുഗേറ്റ് കൊണ്ടൊക്കെ ചെയ്യണം. തൽക്കാലം അത് ചെയ്യുന്നില്ല, ഇങ്ങനെ ഇടുന്നു. അപ്പം z ഈക്വൽ ടു ഐയുടെ റെസിഡ്യൂ ആണ് ഈ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് റെസിഡ്യൂ കാണേണ്ടത് ആരുടെയൊക്കെയാണ്? 1-ൻ്റെതും 2-ൻ്റെതും. z ഈക്വൽ ടു 1 അല്ലേ? z ഈക്വൽ ടു 1 ഇല്ല. അപ്പം നമ്മൾ അവിടെ ചെറുതായിട്ട് എഴുതണം, കൺസിഡർ എ സ്മോൾ ക്ലോസ്ഡ് കൺസിഡർ C1 എന്ന് കൊടുത്തു. ഇത് C1, കാരണം നമ്മൾ ഇതിനെ C എന്ന് കൊടുത്തല്ലോ. കൺസിഡർ C1 ആസ് എ അപ്പർ ഹാഫ് ഓഫ് സർക്കിൾ വിത്ത് റേഡിയസ് സ്മോൾ r, അല്ലെങ്കിൽ R1 എന്തായാലും മതി. സ്മോൾ r അല്ലെങ്കിൽ R1 എന്ന് കൊടുക്കുക. ഇത് R1 എന്ന് കൊടുക്കുന്നു. C1 അല്ലേ? അപ്പോൾ R1. ദെയർഫോർ അങ്ങനെ R1 എന്ന് എഴുതിയാൽ മാത്രം മതി. ദെയർഫോർ നമുക്ക് എഴുതാം റെസിഡ്യൂ ഓഫ് 1 ഈക്വൽ ടു ലിമിറ്റ് z ടെൻസ് ടു 1 z മൈനസ് 1 ഇൻറ്റു 1/z മൈനസ് 2 ഇൻറ്റു z മൈനസ് 1 ഇൻറ്റു z സ്ക്വയർ പ്ലസ് 1. കാരണം ഇയാളെ സ്പ്ലിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ദെയർഫോർ z മൈനസ് 1 വെട്ടിപ്പോകും. 1 കൊടുക്കുമ്പോൾ 1/1 മൈനസ് 2 -1 ഇൻറ്റു 2 -2, ദാറ്റ് ഈസ് -1/2 എന്ന് ആൻസർ കിട്ടും. ഏത്? റെസിഡ്യൂ അറ്റ് 1. ഇനി നമുക്ക് ഒരാൾ കൂടി ഉണ്ടല്ലോ, റെസിഡ്യൂ അറ്റ് 2 നോക്കാം, ശ്രദ്ധിക്കുക. അടുത്തത് റെസിഡ്യൂ അറ്റ് 2 എടുക്കാം. റെസിഡ്യൂ അറ്റ് 2 അറ്റ് z ഈക്വൽ ടു 2. അവിടെ നമ്മൾ C2 ആസ് ദ അപ്പർ സെമി സർക്കിൾ വിത്ത് റേഡിയസ് സ്മോൾ r2 അങ്ങനെ എഴുതണം. കൺസിഡർ ദ ക്ലോസ്ഡ് കർവ് ആസ് C2 ഓഫ് അപ്പർ സെമി സർക്കിൾ വിത്ത് Consider the closed curve C2 as the upper semicircle of radius small r2. Then residue of 2 കാണുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ ലിമിറ്റ് z tends to 2 z minus 2 into 1/z minus 2 into z minus 1 into z square plus 1. Therefore z minus 2 z minus 2 പോകും. 2 കൊടുക്കുമ്പോൾ 1/2 minus 1 1 plus 2 square 4 plus 1 5. അപ്പോൾ 1/5 എന്ന് കിട്ടും. മനസ്സിലാവുന്ന? നോക്കൂ, നമുക്ക് സിംഗുലാരിറ്റികൾ കിട്ടുന്നത് z ഈക്വൽ ടു പ്ലസ് ഓർ മൈനസും 1 2 ആയിരുന്നു. അതിനകത്ത് മൈനസ് ഐ വേണ്ട, കാരണം നമ്മൾ അപ്പർ സെമി സർക്കിൾ അല്ലേ എടുക്കുന്നത്. അതുകൊണ്ടാണ് പ്ലസ് ഐ മാത്രം എടുത്തത്. എനിവേ നമുക്ക് റെസിഡ്യൂ എല്ലാം കിട്ടി. ദെയർഫോർ നമ്മുടെ ഫൈനൽ ആൻസർ എങ്ങനെയാണ് എഴുതുക? ദിസ് ഈക്വൽ ടു, ഈ ഫൈനൽ ആൻസർ എങ്ങനെ എഴുതും? വിച്ച് ഈസ് ഈക്വൽ ടു, ഡയറക്റ്റ് അങ്ങ് എഴുതുകയാണ്. എക്സ് ഈക്വൽ ടു, നമ്മൾ നോക്കൂ, നമ്മൾക്ക് ഈ അപ്പർ ഹെമിസ്ഫിയറിലുള്ള ഐയുടെ ആളുണ്ടല്ലോ, അയാളെ നമ്മൾ 2πi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. -i/2 ഇൻറ്റു i മൈനസ് 2 ഇൻറ്റു i മൈനസ് 1. അതേസമയം നമ്മളുടെ റിയൽ ആക്സിസിലുള്ളവരുണ്ടല്ലോ, ഏതൊക്കെയാണ്? 1/5 -1/2, അവരെ πi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. 1/5 പ്ലസ് -1/2. മനസ്സിലാവുന്നുണ്ടല്ലോ? കാരണം എന്താ? റിയൽ ആക്സിസിൽ വരുമ്പോൾ πiയെ മൾട്ടിപ്ലൈ ആറുള്ളൂ, എന്നാൽ അപ്പറിൽ വരുമ്പോൾ 2πi വരും. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യിച്ചത്. പരീക്ഷയ്ക്ക് ചോദിക്കണമെന്നില്ല, റെഫറൻസിലുള്ളതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2ഉം 2ഉം പോവും, i² -i² 1 ആണ്. π/i മൈനസ് 2 ഇൻറ്റു i മൈനസ് 1 പ്ലസ് ഇവിടെ ചെയ്യുമ്പോൾ 2 - 5 -3/i
10 minus 3 by 10 therefore minus 3 pi I by 10 എന്ന് ഫൈനൽ ആൻസർ കിട്ടും. ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ ആൻസർ ആണത്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ റിയൽ ആക്സിസിൽ വന്നാൽ പൈ ഐ, അപ്പർ ഹെമിസ്ഫിയർ വന്നാൽ 2 pi I ആണെന്ന് മനസ്സിലാക്കുക. മൾട്ടിപ്ലൈ ചെയ്യുന്നത് ലാസ്റ്റ് CRT അപ്ലൈ ചെയ്യുമ്പോൾ കോഷീസ് റെസിഡ്യൂ അപ്ലൈ ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ. ശ്രദ്ധിക്കുക.